ഭൂമിയിലെ സാത്താന്റെ ആദ്യത്തെ ശത്രു മറിയമാണ് എന്നാണ് ദൈവം പറയുന്നത്. നീയും സ്ത്രീയും തമ്മിലും ആ സ്ത്രീ മറിയമാണ്. നമുക്ക് എന്തുകൊണ്ട് ജപമാല ചൊല്ലാൻ പറ്റാത്തെന്ന് ചോദിച്ചതിന്റെ കാരണം ഒന്നിതാണ്. ജപമാല ചൊല്ലാൻ പറ്റാത്ത വെറുതെ ക്ഷീണം കൊണ്ട് മാത്രമല്ല, തിന്മ നമ്മളെ പിടികൂടുമ്പോൾ അമ്മയിൽ നിന്ന് അകറ്റും. തിന്മയുടെ പിടിയിലായിരിക്കുന്ന മക്കൾക്ക് അമ്മയിലേക്ക് വരാൻ പാടാണ്. അമ്മയുടെ അടുത്തായിരിക്കുന്നവന് തിന്മയിലേക്ക് പോകാൻ. അതുകൊണ്ട് ഓർക്കണം, ജപമാല വിശ്വാസത്തോടെ ചെല്ലാൻ പറ്റുന്ന മക്കളെ തിന്മയ്ക്ക് തൊടാൻ പാടാണ്. കാരണം ഭൂമിയിലെ സാത്താന്റെ ആദ്യത്തെ ശത്രു മറിയമാണ്. അമ്മയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് തിന്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സുവിശേഷം കോർത്തിട്ടിരിക്കുന്ന മാലയാണ് ജപമാല. അതായത് ബൈബിള് മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജപമാലയിലൂടെ, ഈ മാലയിലൂടെ സുവിശേഷം നമ്മുടെ അടുത്തേക്ക് വന്നു. സുവിശേഷത്തിന്റെ പോക്കറ്റ് എഡിഷനാണ് ജപമാല. ജപമാല കൈ പിടിക്കുന്നവർ അമ്മയുടെ കയ്യിലാണ് പിടിക്കുന്നത്. ഹല്ലേലൂയ. ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരമ്മ കുഞ്ഞിന്റെ അടുത്ത് കാണിക്കുന്ന എല്ലാ വാത്സല്യവും മാതാവ് നമ്മളോട് കാണിക്കുന്ന സമയമാണ് ജപമാല പ്രാർത്ഥന. ജോൺ പോൾ പാപ്പ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഈശോയുടെ ഇതുവരെ കാണാത്ത ചില മുഖം, ഭാവം, സ്നേഹമൊക്കെ നമ്മൾ അനുഭവിക്കും. അമ്മ നമ്മുടെ കവിളത്ത് പിടിക്കും, മൂക്കത്ത് പിടിക്കും, തലയിൽ തലോടും, മടിയിലിരുത്തും, ചേർത്ത് പിടിക്കും. ഒരു കുഞ്ഞിനോട് അമ്മ കാണിക്കുന്നതെല്ലാം, മാതാവ് ഈശോയ്ക്ക് കൊടുത്തതെല്ലാം നമുക്ക് തരുന്ന തെറാപ്പിയാണ് ജപമാല. പരിശുദ്ധ അമ്മയെ മാതാവെ, ലൂർദിലും ഫാത്തിമയിലും അജുഗോറിയിലും ഒക്കെ അമ്മ കൊടുത്ത അനുഗ്രഹങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കും വേണം. ഈ സമയം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധി എന്ന പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശരീരത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പിറന്ന പറുദീസയാണ് അമ്മ. ഈശോ വളർന്ന പുണ്യാശ്രമമാണ് അമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. അന്ന് ശിഷ്യന്മാരുടെ കാതുകളിൽ മറിയം പാടിയ താരാട്ടിതായിരുന്നു, ഒരിക്കലും ജീവിതത്തിൽ 3 ദിവസത്തേക്കുള്ള അവന് മാറി നിൽക്കാൻ പറ്റില്ല. ഈ സമയം നിങ്ങളോട് അമ്മ കാതിൽ പറയും, 3 ദിവസത്തിൽ കൂടുതൽ അവന് മാറി നിൽക്കാൻ പറ്റില്ല. 3 ദിവസം, അതിനപ്പുറം നിനക്കൊരു ജീവിതമുണ്ട്. എല്ലാം അനുഗ്രഹമാകും. സേറാഫുകൾ ചിറകു വിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ. ക്രോവേന്മാർ ആരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ.